ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജസ്റ്റ് ആസ് ഐ പ്രോമിസ് കേട്ടോടാ ഷാഡോ, ഇന്ന് നമ്മളൊരു പേഴ്സണൽ വീഡിയോ ചെയ്യാൻ പോകണം. അതെ, കഴിഞ്ഞ ലൈവിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് പലരും റിക്വസ്റ്റ് ചെയ്യായിരുന്നു MDയുടെ ഒരു പേഴ്സണൽ വ്ളോഗ് ഒരിക്കൽ കൂടെ കൊണ്ടുവരണം. അപ്പോൾ ജസ്റ്റ് ആസ് യൂഷ്വൽ ഇന്ന് പുതിയൊരു സൺഡേ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൺഡേ നമ്മൾ ഹോളിഡേ എന്നാണ് പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്ന കാലം മുതലേ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഡ്രിങ്കിങ് നമ്മളില്ല. പക്ഷേ ഡ്രിങ്കിങ് നമ്മുടെ ഈ വീഡിയോയിൽ ഡ്രിങ്കിങ് ഇല്ല എന്നല്ല അതിന്റെ, പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോ നാളത്തെ ദിവസം കൂടെ ഷൂട്ട് ചെയ്യും. ഐ മീൻ മൺഡേയും കൂടെ ചേർന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വീഡിയോയിൽ ഡ്രിങ്കിങ് സെക്ഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏതായാലും സൺഡേ ആയതുകൊണ്ട് തന്നെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇന്നത്തെ പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് പേഴ്സണൽ കണ്ടന്റ് ചേർക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ബ്രദർ കഴിഞ്ഞ ലൈവിൽ ചോദിച്ചിരുന്നു MDയുടെ ആ ഒരു ഫുഡ് റുട്ടീൻ എങ്ങനെയാണെന്ന്, എന്തൊക്കെയാണ് കഴിക്കുന്നത് ഒരു ദിവസം, അതിന്റെ ഒരു സീക്രട്ട് ആയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് പുള്ളിക്കാരൻ ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ പേഴ്സണൽ ബ്ലോഗ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ബലം പിടിക്കുന്നു. നീ ആരുടെ ബലം പിടിക്കാണ്ട്? അങ്ങനെ ആള് ഭയങ്കര ഇതായി കഴിഞ്ഞാൽ അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് അവൻ. അല്ലടാ ഷാഡോ? ചിയേഴ്സ് ചിയേഴ്സ് വെക്കട പന്നെ ഷാഡോ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ. അല്ലടാ ഷാഡോ കേട്ടോ? ഷാഡോ കം. വീട്ടിൽ പോവാം. കം, പോയി കയറി, പോയി നിന്റെ വീട്ടിൽ കയറി ചെല്ല്. വയ്ക്കോ ആ പിയൊക്കെ വെച്ചിട്ട് പോകും. കയറിക്കോ, കയറാത്ത ഗുഡ് ബോയ്. നല്ല അനുസരണ കേട്ടോ. ഗുഡ് ബോയ് ഷാഡോ, ഗുഡ് ബോയ്. പിന്നെ കാണാവേ. നീ MDയുടെ വക ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് ഇനി ഫസ്റ്റ് സെഗ്മെന്റ് കാണാൻ പോണത്. നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും, ഇവർ ഇതൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. പക്ഷെ ഞാൻ ഇപ്പോഴേ പറയാം, ഡോണ്ട് ട്രൈ ടു ഡു ദിസ് അറ്റ് ഹോം. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ്. സോ ഞാൻ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് എല്ലാവരും അതേപോലെ കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. എല്ലാവർക്കും എല്ലാ കാര്യം ഒരേപോലെ വർക്കൗട്ട് ആയെന്ന് വരില്ല. അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. പ്ലീസ് ഡോണ്ട് ഡു ദിസ് അറ്റ് ഹോം. ബ്രേക്ക്ഫാസ്റ്റിന്റെ രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ടീ. നിങ്ങൾക്കറിയാം, ഗ്രീൻ ടീ ആന്റി ഓക്സിഡന്റ് ആണ്. ഒരുപാട് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയാം, ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. വളരെയധികം നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളാണ് ഗ്രീൻ ടീ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വണ്ണം കുറയാനും വയറൊക്കെ കുറയാനും ഒരുപാട് ഉപകാരപ്രദമാണ് ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ ടീയിലാണ് ഞാൻ തുടങ്ങുന്നത് എല്ലാ ദിവസവും, ഒരു മാറ്റവും ഇല്ലാതെ. അതിനുശേഷം നിങ്ങൾ കണ്ടതുപോലെ ചിയാ സീഡ്, അതും വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ചിയാ സീഡ്. ചിയാ സീഡ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് അല്ലറ ചില്ലറ പൊടിക്രിയകൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും. സോ ടു ഗ്രീൻ ടീ ആൻഡ് ചിയേഴ്സ്. അപ്പൊ തുടക്കം ഇങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ അണിയറയിൽ ചിക്കൻ റോസ്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത് മാത്രം മതി കഴിക്കാനായിട്ട് നമുക്ക്. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റ് വരും. പിന്നെ തക്കാളി, ഇതൊക്കെയാണ് ആബ്സലൂട്ട് ടേസ്റ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. ചിക്കൻ എല്ലാം വെന്തിരിക്കുകയാണ്. നമ്മൾ വേറെ രീതിയിൽ മസാലയൊക്കെ പുരട്ടി വേവിച്ചതാണ്.
ഇനി നമുക്ക് ഇതെല്ലാമായിട്ട് കൂട്ടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. സേമിയ സൺഡേ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി. ഒരു നാരങ്ങയുടെ പകുതി, അത് മതി. ഇനി അതിലേക്ക് നമ്മുടെ സോഫ്റ്റ് ചിയ സീഡ് എടുത്തിട്ട് അപ്പോ നമ്മള് ഗ്രീൻ ടീ കുടിച്ചു, ആന്റി ഓക്സിഡന്റ് ആയി, ആന്റി ഓക്സൈഡ് ആയി, എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ അടുത്ത എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച ചിയ സീഡ് മിക്സ്ചർ ആണ്. ചിയ സീഡ് സോക്ക് ചെയ്ത് വെച്ചു, എന്ത് ഹണി ഒഴിച്ചു, ലെമൺ ഒഴിച്ചു, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതും വളരെയധികം നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതങ്ങത് കുടിക്കാൻ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കുടിക്കാൻ നോക്കുമ്പോൾ വേണ്ട, ഒറ്റ വഴിക്ക് അങ്ങ് കുടിക്കുക, അത്രേ ഉള്ളൂ മാർഗം. ഇത് കുടിക്കേണ്ട പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആവറേജിൽ ഒരു 10 ദിവസം അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക. അത് കഴിഞ്ഞ് ഒരു വീക്കെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, കഴിക്കരുത്. അതാണ് അതിന്റെ ഞാൻ കഴിക്കുന്ന ഒരു രീതി. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ BP ഒക്കെ കുറഞ്ഞു പോകാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ മടത്തരങ്ങൾ ആരും കാണിക്കുക. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് എന്റേതായിട്ടുള്ള പ്രിഫറൻസ് ആണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് മറ്റാരും എന്റെ പോലെ ചെയ്ത് ഒന്നും വരുത്തി വെക്കരുത്. ഇതെല്ലാം ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ അഡ്വൈസ് ചെയ്ത് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഇത് ഞാൻ എന്റേതായിട്ടുള്ള രീതി ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് അതുകൊണ്ട് ഇതുവരെയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. സോ ദാറ്റ്സ് എ തിങ് ആൻഡ് ചിയേഴ്സ്. ഇത് നല്ല ചൂടോടെ ഇതുപോലെ കഴിക്കണം, അടിപൊളിയാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ ആഫ്റ്റർനൂൺ ആയി, ഉച്ച സമയമായി, എന്താ പറയാ, നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞു. സാധാരണ എല്ലാവരും ചോറാണ് കഴിക്കുന്നത്, ഞാനും സാധാരണ ചോറാണ് കഴിക്കുന്നത്. അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിട്ട് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ബാലൻസ് പൊറോട്ട ഇരിപ്പുണ്ട്. അപ്പൊ ഒരു 2 പൊറോട്ട പ്ലസ് ചിക്കൻ റോസ്റ്റ് നമുക്കൊന്ന് കുശാലായിട്ട് തട്ടാം. ശാസ്ത്രത്തിന് വിരുദ്ധമാണെന്ന് അറിയാമെങ്കിലും കൂടുതലും ഞാൻ നൈറ്റ് ടൈമിലാണ് ഭക്ഷണം എനിക്ക് മനസ്സറിഞ്ഞ് ഞാൻ കഴിക്കുന്നത്. ഉച്ച സമയത്തൊക്കെ വളരെ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ പൊതുവെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഓവനില് നമ്മുടെ പൊറോട്ട ഒന്ന് ആവിയേറ്റിയെടുക്കാം. കുറച്ച് ചിക്കനുമായിട്ട് നമുക്ക് കഴിക്കാം. കരിഞ്ഞു പോവോ ചിക്കൻ? നല്ല പരുവത്തിലിരിക്കുകയാണ് ചിക്കൻ. ഗ്രേവി വളരെ കുറഞ്ഞു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ കുക്കിങ്ങിലും ഈ ഗ്രേവി അല്പം കുറവായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചത്. പൊറോട്ട കോയിൻ പൊറോട്ട ഒന്നുമല്ല, നല്ല ചൂടാണ് കേട്ടോ. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ടിരിക്കാം. എന്നിട്ട് വേറെ കുറെ പരിപാടിയുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ. തിരിച്ച് പകൽ വെട്ടത്തിൽ നമ്മൾ വരുന്ന ആദ്യമായിട്ടാണ് ഇവിടെ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നതൊക്കെ. അല്ലേ മാത്രമല്ല പറയണത്, വളരെ നല്ല ക്ലാസിക് ലുക്കാണല്ലോ ഇവിടെ ഇതിന് അല്ലേ. നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ. ആ സ്പേസ് നല്ലപോലെ ഉണ്ട്. അത് ആൾക്കാരും വരുത്തില്ല, കത്തി വിലയായതുകൊണ്ടല്ലേ.
ഇത് പെഗ്രേറ്റ് അല്ലേ? എന്താ വേണ്ടേ? തന്നു. ഇവിടെ വോട്ട് നിങ്ങൾ 6 കാണിച്ചിട്ടുള്ളൂ. അതിലും ഷോർട്ട് ആണോ? ഏതാ ഇല്ലാത്ത? ഗ്രേ ഗൂസാ ഏതാണ്? ഇല്ലില്ല, ഇന്ന് വോട്ട്ക തുടത്തേക്കില്ല. കുറച്ച് നാളുകളായിട്ട് വോട്ട്ക തന്നെയാണ്. വേറെ ഇന്ന് എന്തായാലും വോട്ട്ക പിടിക്കുന്നില്ല. ഒരു ബഡ്വൈസർ മാഗ്നം വേണം. തനിക്ക് കെ സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ഉണ്ടല്ലോ. സ്ട്രോങ് ഇല്ല. സ്റ്റോമേ ഉള്ളൂ. എന്ത് ചെയ്യും? അൾട്രയോ? അൾട്ര ഉണ്ടോ? അൾട്ര ഇല്ലല്ലോ. അൾട്രാ മാക്സ് ഉണ്ട്. അപ്പൊ ഒരു ബഡ്വൈസർ മാഗ്നം, ഒരു അൾട്രാ മാക്സ്. പിന്നെ അവിടെ നോക്കുവാണോ ഇവിടെ നോക്കുവാണോ? അവിടെ നോക്കുന്നതല്ലേ കുറച്ച് എളുപ്പം. DSP ബ്ലാക്ക്. അതെ, DSP കഴിച്ചിട്ട് കുറെ കാലം നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവില് DSP ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് അമ്മ ഇന്ന് DSP ബ്ലാക്ക് വിസ്കി അല്ലെ രണ്ടുപേരും. ഇങ്ങനെയാണ് ഇവിടുത്തെ ലൊക്കാലിറ്റി ഇരിക്കുന്നത്. അത് അടഞ്ഞില്ലേ? എന്താ അടയാതെ പോയത്? അത് ഈ കാടിനകത്ത് കയറി ഇരിക്കണോ നമുക്ക്? എവിടേക്കാണ്? ഇവിടെ ഒന്നും ഇരിക്കത്തില്ല. എന്തായാലും അവിടെ വല്ല ഇരിക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ അവിടെ തന്നെ ഇരുന്നിരുന്നിരുന്ന് മടുത്ത് അവിടെ ഇരുന്നാലോ? കാട്ടിനകത്തിരുന്ന് അടിക്കുന്നതുണ്ടല്ലോ. ചോട്ടിലൊക്കെ ഇരുന്ന് അടിക്കാൻ നല്ല സുഖമാണ്. നല്ലൊരു ആംബിയൻസ് ഉണ്ടല്ലേ കാട്ടിലിരുന്ന് അടിക്കുന്ന പോലെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മധ്യ ലോകത്ത് നിന്നുള്ള മധ്യ കുമാരൻ വന്നു. താങ്കൾ തന്നെയാണോ കൗണ്ടറില്? ഞങ്ങളിത് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി കേട്ടോ വരുന്നത് ഇവിടെ. ശരിക്കും പറഞ്ഞിട്ട് ഇവിടുത്തെ നിങ്ങളുടെ കോംപ്ലിമെന്ററി ആണെന്ന് തോന്നത്തില്ല. പക്ഷെ ബ്രോ, ആ വെള്ളം ഒന്ന് ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ അല്ല, ഒരെണ്ണം ഓപ്പൺ ചെയ്താൽ ഒരെണ്ണം ഞങ്ങൾ ഓപ്പൺ ചെയ്തോളൂ. ാണോ ഈ ഒരു ടൈമിൽ വന്ന് ഇന്ന് പ്രത്യേക ഒരു മൂഡല്ലേ? പിന്നെ പ്രത്യേക ഒരു മൂഡ് കൂടുതൽ വരാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോ പഴയ പോലെ കഴിക്കുന്നില്ല, വല്ലപ്പോഴും മാത്രമുള്ള കഴിപ്പേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും വെൽക്കം ടു MBTV ആൻഡ് ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദ ഈവനിങ് അല്ലേ രാഘൻജി? ഞാൻ കരുതിയത് വലിയ ക്ലാസ് കാരണം ഇത്രയെങ്കിലും ബാക്കി വയ്ക്കൂ. പക്ഷെ ചെയ്തില്ല. അതെ, എന്തിന് കുടിക്കാമോ? അതെ, ഉള്ളിലോട്ട് പോകുന്ന സാധനമാണ്. നമ്മളിവിടെ പ്രധാനമായിട്ടും വരുന്നതിന്റെ കാര്യം എന്താ? ഈ സാധനമാണ് അല്ലേ? കോംപ്ലിമെന്ററി ആണെങ്കിലും, പക്ഷെ ഞാൻ പറഞ്ഞു സത്യസന്ധമായി പറഞ്ഞതാ. കാരണം സംഭവം കോംപ്ലിമെന്ററി ആണെങ്കിലും ഒരിക്കലും കോംപ്ലിമെന്ററി സാധനം എന്നുള്ളൊരു കാറ്റഗറി നമുക്ക് തോന്നത്തില്ല. ഒരു പ്രീമിയം ലെവൽ സാധനം, നല്ല ടേസ്റ്റ് നോക്കി മതിയല്ലോ അല്ലേ? അതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ അത് പറഞ്ഞ അടുത്ത് പടച്ച മനക്കമാണ്. ചിക്കൻ സാൻഡ്വിച്ച് നമ്മൾ വേറെ എവിടെയും അങ്ങനെ സാധനം കിട്ടിയിട്ടില്ല. കോംപ്ലിമെന്ററി ആയാലും അല്ലാതെ ആണെങ്കിലും. ആ മൈനസ് ഒന്ന് നോക്കി വെച്ചേക്ക്. ഓക്കെ, അവരവരുടെ സാധനങ്ങൾ അവരവർ കൈവശമാക്കേണ്ടതാണ്. ഇവർക്കൊരു ലോക്കൽ ബാർ ഉണ്ട്, പക്ഷെ അത് പേരിന് ലോക്കൽ ആണെന്നേ ഉള്ളൂ. സംഭവം ഒരു അടിപൊളി സാധാരണ ഒരു ബാറിലെ ഒരു പ്രീമിയം ബാർ പോലെ തോന്നുന്നല്ലോ. AC ആണ്, അതാണ് പ്രധാനപ്പെട്ട. AC ആണ്. കണ്ടാലും നമുക്ക് ഒരിക്കലും ഒരു ലോക്കൽ സെറ്റപ്പ് തോന്നത്തില്ല. പിന്നെ വരുന്നവരും അത്ര ലോക്കൽ ആൾക്കാരല്ല അല്ലെ? അത് വില കൂടുതലായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. കാരണം പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, നമുക്കൊരു ലോക്കലിലോട്ട് കയറി ചെല്ലുന്നൊരു ഫീൽ വരത്തില്ല. ഈവൻ നമ്മുടെ എവിടെയാ റമദ, നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം തറവാട് റമദ, അവിടുത്തെ ലോക്കൽ ബാറിന്റെ ആ ഒരു ഒച്ചയും ബഹളവും അധികം ഇല്ല. പിന്നെ ബഹളവും ഇല്ല, വഴക്കുണ്ടാവും നമുക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമലോട്ട്, അവിടുത്തെ ലോക്കൽ ബാറിലൊന്നും കയറാൻ പോലും വയ്യല്ലേ രാഘൻജി? ബൊണാണസി ഒന്നും ചിന്തിക്കണ്ട, സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട. അവിടെ കയറി അങ്ങ് വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്താൽ ക്യാമറയും കാണത്തില്ല, ഒന്നും കാണത്തില്ല അല്ലേ രാഘൻജി? പിന്നെ നമ്മൾ അവന്മാരെയൊക്കെ എടുത്ത് പൊതുക്കേണ്ടി വരും അല്ലേ? അതെ, തുടങ്ങി. ഇരുട്ടുന്നില്ലേ? പെട്ടെന്ന് വെട്ടം പോയല്ലോ.
മഴക്കാറ് വരുന്നുണ്ട്. യോ പെട്ടെന്ന് കിട്ടുന്നത് എന്താണ്? പെട്ടെന്ന് വീഡിയോ എടുക്കുക, ലൈവായിട്ട് ഇരുട്ടിപ്പോടും. ഒന്ന് പെട്ടെന്ന് പണി നടത്തിക്കോ. നമുക്ക് മഴയത്തിന് നടിച്ചാലേ? സീരിയസ് ആയിട്ട് പറഞ്ഞാ മഴയത്തിന് തലജി ഗ്യാപ്പ് ഉണ്ടല്ലോ. അതാരുടെ ആ ഐസിന്റെ നടുക്ക് റൂട്ടാണ്. നമുക്ക് അതിനകത്തൊട്ട് ഇത്തിരി ഫ്ലൈ ബാട്ട് വാട്ടർ ഒഴിച്ചിട്ട് ഐസ് പിടിച്ച് നോക്കിയാൽ അടിച്ചു നോക്കിയാലോ? അങ്ങനെ കഴിക്കാം. അതെ, റംഗൻജി ഇരുട്ട് പെട്ടെന്ന് കയറി കേട്ടാ. അയ്യോ, എന്താണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ്? എന്തോ മേടിച്ചത്? MC. കഴിഞ്ഞ ദിവസം MCയെ കുറിച്ച് താൻ കഴിക്കുന്ന സെയിം സാധനത്തെ കുറിച്ച് ഒരാൾ ചോദിച്ചായിരുന്നു, എങ്ങനെയുണ്ട് സാധനം എന്ന്. ഞാൻ പറഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഹൈ ക്വാളിറ്റി സാധനമാണ്. കാരണം അത്രയും പാരമ്പര്യമുള്ള സാധനമാണല്ലോ. അടിപൊളിയായിട്ടിരിക്കുന്നു. ഇതിനകത്ത് തന്റെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു, നല്ല എറിച്ചിരിക്കുന്നു താൻ നേരിട്ട് കാണുന്നതിനേക്കാളും. റോസ്റ്റഡ് ആണോ അത് കപ്പലണ്ടി? ആണല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഇവരുടെ വിന്റേജ് സാധനം ഞാൻ എപ്പോ വന്നാലും ഞാൻ ഇവിടെ വെറുതെ വന്ന് പോലും പാഴ്സൽ മേടിച്ചിട്ടുള്ള സാധനമാണ് ഇവരുടെ വിന്റേജ് ഡ്രാഗൺ ചിക്കൻ. ഞാൻ പല വീഡിയോസിലും ഇവിടെ വന്നിട്ടുള്ളതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴയിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രാഗൺ ചിക്കൻ, ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രാഗൺ ചിക്കൻ സെർവ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അതിനകത്തൊരു തർക്കമില്ല. കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾക്കറിയാം, ക്യാരറ്റാണ് ചിക്കൻ ആയിരുന്നു അത്. ആ അപ്പൊ നമുക്കറിയാം, കാരണം ഒരു ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ ഘടകങ്ങളുണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളുണ്ട്, കാഷ്നട്ട് ഉണ്ട്. പക്ഷെ ചില കടകളിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, തുടക്കത്തിൽ അവർ കാഷ്നട്ടൊക്കെ വാരി വിതറും, പിന്നെ മുങ്ങി തപ്പിയാൽ പോലും പേരിനൊരു കാഷ്നട്ട് ആണെന്ന് തോന്നി എടുത്ത് കടിച്ചാൽ അത് ചിലപ്പോൾ വെളുത്തുള്ളി ആയി പോകും. അങ്ങനെ ചരിത്രമുണ്ട്, സത്യമായിട്ട് തോന്നിയാ ആർക്കും കഴിയത്തില്ല. ഈ കാഷ്നട്ടൊക്കെ ഇട്ടാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ആക്ച്വലി, അല്ലേ? അതെ, ഇത് കറക്റ്റ് ഡ്രാഗൺ ചിക്കൻ എങ്ങനെയാണോ അതാണിത്. സെസമി സീഡ്സും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ താൻ പണി നടത്തിയല്ലേ എന്നാ ഡ്രാഗൺ ജി? കഴിഞ്ഞ ലൈവിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അപ്ഡേറ്റ് തന്നു. ഡ്രാഗൺ ജി, നമ്മുടെ പച്ച ദൈവം വരുവാണ്, ആബ്സെന്റ്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്, ആലപ്പുഴ ജില്ലയിൽ ഇല്ലെന്നേ ഉള്ളൂ. ഉണ്ട്, കേരളത്തിൽ സാധനം എത്തിക്കഴിഞ്ഞു വിദേശത്ത് നിന്നും. പിന്നെ പേടിക്കണ്ട. അതെ, പിന്നെ പേടിക്കണ്ട, വരുമെന്ന്. അതെ. അപ്പോ ആബ്സെന്റ് താൻ എങ്ങനെ കഴിക്കും? എല്ലാവരും പലരും ലൈവിൽ ചോദിച്ചാൽ, ഡ്രങ്കൻജി ആബ്സെന്റ് എന്ന് കേട്ടാ മുങ്ങിക്കളയെന്നൊക്കെ ചോദിച്ചാൽ, ഇല്ല, സോഡ ഒഴിച്ച് കഴിക്കും. സോഡ ഒഴിച്ചോ വെള്ളം ഒഴിച്ചോ എങ്ങനെയാണ് കഴിക്കാം, പക്ഷെ കഴിക്കണം. പിന്നെ കഴിക്കാതെ കാണാൻ മേടിച്ചു വെച്ചിരിക്കുകയാണ്. അതെ, അത് എന്നോടല്ല, ഇത് ചോദിച്ചവരോട് വേണം. ആ ചോദിച്ചവർക്കുള്ള ഉത്തരവാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ഡ്രങ്കന്റെ ആ ഒരു തീരുമാനം ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഡ്രങ്കൻജി കൈകളും നീട്ടി ഇതുപോലെ കുടിച്ചു വറ്റിക്കും ആബ്സെന്തിന്, അല്ലെ? നമ്മൾ ഇതിനേക്കാളും വലിയ കുപ്പികളൊക്കെ അടിച്ചു തീർത്തിട്ടുള്ള ആൾക്കാരല്ലേ? അതെ, ഏറിപ്പോയാൽ 2 weeks, അതിനപ്പുറം ഇല്ല ആബ്സെന്റ് MDTV വരാനായിട്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു ചാനലിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അപ്പൊ റിവ്യൂ ആയിട്ടൊക്കെ വന്നു കാണും. പക്ഷെ ആബ്സെന്റ് കഴിച്ച് നമ്മുടെ രീതിയിൽ കഴിക്കുന്നത് നമ്മൾ വേറെ ഒരു ചാനൽ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരുന്ന പോലെ വേറെ ചാനലുകൾ വന്നിട്ടില്ല, അല്ലേ? ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മേക്സ് us different from everything. അതെ, അതുകൊണ്ട് പടയപ്പ ഏത് സാധനമാണെന്ന് മറന്നുപോയി ആക്ച്വലി. DSP, അതെ, നമ്മുടെ ലൈവിൽ DSP ബ്ലാക്കിന്റെ റമ്മിന്റെ ഫ്ലേവർഡ് വാട്ടർ ആണെങ്കിൽ ഇത് DSP ബ്ലാക്ക് വിസ്കി, ഇത് വിന്റേജ് സാധനം. ഒരു ഫോർക്കൗണ്ടില്ലേ? ഞാൻ DSP ബ്ലാക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ DSP ബ്ലാക്ക് കഴിച്ചത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് സമയല്ലേ? കോവിഡ് സമയത്ത് ഞാൻ നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നുണ്ട് DSP ബ്ലാക്ക് വെച്ചിട്ടൊരു ചെറിയൊരു ഐറ്റം പയറ്റിയായിരുന്നു. മസാലയുടെ കറുവാപ്പട്ട എന്നൊക്കെ കത്തിച്ചിട്ട് തേനൊക്കെ ഒഴിച്ചൊരു സീക്വൻസ്. അതായിരുന്നു ലാസ്റ്റ് ആയിട്ട് DSP ആയിട്ടുള്ള അംഗം. മഴയോ? വരും. താൻ മയണൈസിൽ മുക്കാൻ ഇത്ര വിസമ്മതിച്ചെങ്കിൽ ഞാൻ മയണൈസിൽ മുങ്ങി കുളിച്ചു വന്നിരിക്കുക. നമ്മളെ
പ്രകൃതി എവിടെ? പ്രകൃതി ചതിച്ചല്ലേ, ഇരട്ടിക്കഴിഞ്ഞല്ലേ? ഇരുട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സമയത്തിന്റെ ക്രമം പ്രകാരം ആയിട്ടില്ല സമയം അല്ലേ? മഴക്കാറുള്ളതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് നമുക്ക്. അതെ, പക്ഷെ പ്രകൃതി നമ്മളെ ചതിച്ചിട്ടില്ലെന്ന് പറയാം. ഇല്ല, മഴ പെയ്ച്ചിട്ടില്ല. എന്താണ് സന്തോഷം? ഒളിച്ചിരിക്കുന്ന നമ്മളോടാ കളിയല്ലേ? അത് കൊള്ളാം. ഒരു സായിപ്പ് ഇതുപോലെ സോഡ എന്താണ് കൊട്ടിക്കാനായിട്ട് ടേബിളിന്റെ വക്കത്ത് വെച്ച് പൊട്ടിച്ച് ടേബിൾ അവസരം ഓടിക്കുന്നതാണ്, എല്ലാം കൂടെ താഴെ കിടക്കുന്നു. അതെ, എന്ത് ഒറ്റ വഴി ഒഴിച്ചു തീർക്ക്. വേറെ എല്ലാം മേടിക്കണോ? മേടിക്കണോ? വേണ്ട വേണ്ട വേണ്ട, അതന്നെ പതപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണം. എങ്ങനെ? ഓ, എനിക്കും പതപ്പിച്ച് അങ്ങനെ സന്തോഷ. മോനെ പോവില്ല. അതെ, പക്ഷെ ആ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും കേട്ടാ. എന്റെ പൊന്നോ, എന്താണ് ഡ്രാഗൻ ഇത്? അളന്നൊഴിച്ചതല്ല. അതെ, ആബ്സെന്റ് വന്ന തന്റെ അഭിപ്രായം എന്താ? വരുന്നില്ലെന്ന് എനിക്ക് തടസ്സമൊന്നുമില്ല, പോരും. അത് അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നമ്മളെല്ലാത്തിനും അതിജീവിക്കും, സ്വാഗതം ചെയ്യും, അത്രേ ഉള്ളൂ. സന്തോഷമല്ലേ? അല്ല, സാൻഡ്വിച്ച് അവർ വേറെ സാധനം കൊണ്ടുപോയി. ഓ, ചിക്കൻ വിങ്സ്, അത് പറയാൻ വിട്ടുപോയിട്ടോ, ഇത് കഴിച്ചിട്ട് പറയാം. അപ്പോ ഇതിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് ചിക്കൻ വിങ്സ് നമുക്ക് കോംപ്ലിമെന്ററി തന്നിരിക്കുകയാണ്. അതായത് സാൻഡ്വിച്ച് കോംപ്ലിമെന്ററി തീർന്നു പോയി, അതുകൊണ്ട് നമ്മൾ ചോദിക്കാതെ തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് ബാർബിക്യൂ ചിക്കൻ വിങ്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. അല്ലേ ഡ്രാഗൻജി? എന്നാലും വിങ്സ് എടുത്ത് കടിക്കേ. മൈനസ് വേണ്ടേ? എന്നാ അതിനകത്ത് മൈനസ് ഉണ്ടായിരുന്നു മോനെ, വീഡിയോ തെളിവാണ്. എങ്ങനെയുണ്ട്? മൈനസിന് കുഴപ്പമില്ലടോ, തടയുന്ന പേടിയാണ്. പേടിയല്ല, പിന്നെ വേണമല്ല, വേണോ? ഓക്കെ, അത്രേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ട്? ബാർബിക്യൂ പൊളിയാണോ? എന്ന് ഞാനൊന്ന് തുടക്കട്ടെ. കൊച്ചു പൊടിയാന്ന് തോന്നുന്നു, ഞാൻ മയണൈസിൽ മുക്കിയെടുക്കും. സത്യോട് സംഭവം പൊളിയാട്ടോ, പൊളി. അവൻ പിന്നെയും വന്നിട്ടാ മഴയുടെ ദൂതനാ. സംഭവം ഒരേ പൊളി. ഇതുകൊണ്ട് വീഡിയോ തീരുന്നില്ല, ഇനിയുണ്ട് അംഗം. സോ ദ ലാസ്റ്റ് റൗണ്ട് മൈക്കോടി വിത്ത് എ ബ്ലാസ്റ്റ്. പൊട്ടിട്ട് തെറിക്കട്ടെ. നമ്മളൊക്കെ ബിയറടി തുടങ്ങിയപ്പോ കുപ്പിന്നെ അടിക്കാറുണ്ട്, ഗ്ലാസ്സിൽ വെച്ച് അടിക്കാറുണ്ട് അല്ലേ? അതങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അതിനെയൊക്കെ ഒളിച്ചും പാത്തും നമ്മള് ചരിത്രം പറഞ്ഞല്ലോ, കുപ്പിന്നെ അടിക്കാറുള്ളൂ. പിന്നെയാണ് എൻജോയ് ചെയ്ത് ഗ്ലാസ്സിലടിക്കാറ്. ആ കുപ്പിയിൽ അടിക്കുമ്പോൾ ഉള്ള എഫക്ട് എന്ന് പറഞ്ഞിട്ട് വേറെ, അത് ഫീല് വേറെയാണ്. ചേട്ടാ കഴിക്കാൻ നമ്മള് മുമ്പ് വന്നിട്ട് ഓർമ്മ
ഇന്നാള് വന്നായിരുന്നു. തട്ടിയുടെ അപ്പുറത്തായിരുന്നു. അത് അവിടെ ആയിരുന്നു. അതെ, ഞങ്ങൾ പറഞ്ഞോണ്ട് വരുന്നത് ഇവിടെ കേറാന്ന് കരുതിയുണ്ട് വന്നയച്ചു. അപ്പോഴേക്ക് ഈ ബാരിക്കേഡ് കാര്യങ്ങളെ കണ്ട് പിന്നെ ഇപ്പോഴും പേടിയാ. എന്താ അറിയാമോ, ഈ ഹെൽത്തുകാരാണോ വരുന്നതെന്ന് അറിയാൻ പാടില്ല. ഹെൽത്തുകാർ ഭയങ്കര പ്രശ്നമാണ്. ഈ കഴിഞ്ഞ ദിവസവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അറിയാം ആരാ വരുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ നൈറ്റ് കട എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണെങ്കിൽ നൈറ്റ് കട ആരെങ്കിലും കണ്ടുവരത്തുള്ളൂ. നമുക്കെല്ലാം മൂടി ഇങ്ങനെ അടച്ചു വെച്ചോണ്ട് കഴിഞ്ഞാൽ ആരും വരത്തില്ല. പിന്നെ അതാണ് നൈറ്റ് കടയുടെ പ്രത്യേകത. പിന്നെ അവര് പറഞ്ഞ അതിട്ട് മുടി വെക്കണം, ഇതിട്ട് മുടി വെക്കാൻ. നമുക്കെല്ലാം സുരക്ഷിതമാണ്. അത് വണ്ടിയുടെ അകത്ത് സുരക്ഷിതമായിട്ട് സാധനമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഓപ്പൺ ആയിട്ട് വെളിയിൽ തെരുവിലൊന്നും അല്ല. നമ്മൾ വണ്ടിയുടെ അകത്ത് നല്ല കണ്ടീഷൻ ആയിട്ട് വെച്ചിരിക്കും. റോഡുമായിട്ട് ഒരുപാട് അകന്നൊക്കെയാണ്. ശല്യമൊന്നും. അതെ, പക്ഷെ ഈ അതിന്റെ ഒരു ഭാഗങ്ങളേ ഉള്ളൂ. വേറെ നമ്മള് കഴിയാവുന്ന നമ്മളിത് കഴിക്കുന്നതല്ലേ. അപ്പൊ 90% നമ്മളും കഴിക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ വൃത്തിയായിട്ടൊക്കെ നമ്മൾ. തീർച്ചയായിട്ടും. പിന്നെ ഈ ചൂടുള്ള സാധനം മൂടി വെച്ചാൽ വിയർപ്പടിച്ച് അത് ചെയ്യാൻ പെട്ടെന്ന് വലിക്കും. അതുകൊണ്ട് അത് ആറി കഴിഞ്ഞിട്ടേ നമുക്ക് മൂടാനും പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഇട്ട് മൂടണമെങ്കിൽ ശരിക്കും തണുക്കണം. മൂടാനേ പറ്റത്തുള്ളൂ. അപ്പൊ കഴിക്കാൻ ദോശ മാത്രമേ ഉള്ളൂ? ഇവിടെ ദോശയും കപ്പയും മീനും ഉണ്ട്. ദോശയുണ്ട്, ലിവർ റോസ്റ്റ് ഉണ്ട്. ദോശക്ക് എന്താ ഉള്ളത്? ചമ്മന്തിയും സംഭവം അല്ല? ചമ്മന്തിയും മുളക്, പിന്നെ മീൻകറി, ചമ്മന്തി. തീർച്ചയായിട്ടും. അപ്പൊ ഒരു പ്ലേറ്റ് ദോശ. ബീഫൊന്നും ഇല്ലല്ലോ? ബീഫില്ല, ചില്ലി ചിക്കൻ ഉണ്ട്. ചില്ലി ചിക്കൻ 65 ആണ് ഇരിക്കുന്നത്. 65 അല്ലേ? മീൻകറി എന്താ ഉള്ളത്? മീൻകറി ചൂരക്കറിയാണ്. ഓക്കെ, ദോശ ഒരു ചൂരക്കറി എടുത്തോ. ഡബിൾ ഓംലെറ്റ് അല്ലേ? എവിടെയല്ലേ വെച്ചോ? പഴയലും കുറച്ചൊരു സൗകര്യം ഉള്ള പോലെ തോന്നല്ലോ. അതല്ലേ? അല്ല, പണ്ട് ഭയങ്കര കൺജസ്റ്റഡ് ആണല്ലോ. അതെ, അത് നല്ല കാര്യം. ഹൈവേയുടെ പണി കഴിയുമ്പോൾ ഇച്ചിരി കൂടെയൊക്കെ ഡെവലപ്പ് ആക്കണം എന്ന് പറയുക. നല്ല കാര്യം. ഒറ്റയ്ക്കാണല്ലോ കാര്യങ്ങളല്ല? എല്ലാം ഒറ്റയ്ക്കുള്ള പരിപാടിയുള്ളൂ. ബംഗാളികളൊക്കെ നിർത്തിയാൽ അവര് എപ്പോഴും വായിലി മറ്റേ ഈ തമ്പാക്കും അത്. അതെ, നമുക്ക് തലവേദനയാവും. പിന്നെ ഭയങ്കര തലവേദനയാണ്. ബാറും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ. പിന്നെ ഡ്രങ്കൻ ചിക്ക് ഇന്ന് കഴിച്ച ഫുഡ് ഇത്തിരി അമിതമായി പോയി. കാരണം ഡ്രങ്കനാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഡ്രങ്കൻ ചിക്ക് ഫുഡ് ഐറ്റംസ് വേണ്ട. അതായത് ജസ്റ്റ് ഒരു ഡബിൾ ഓംലെറ്റ് മതി അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ചുവന്ന ചമ്മന്തി, നല്ല ചൂടാട്ടോ. അതെയല്ലോ അല്ലേ? പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ട്. പക്ഷേ സ്പൂൺ ഉണ്ട്. അടിപൊളി ചൂട്. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്നത്. പക്ഷെ എരിവ് അടിപൊളി കേട്ടോ. ചോറിനെ പിടിക്കണോ? പിടിച്ചു. നല്ല എരിവ്, ചൂട്. ഓഹോ, രംഗൻജി തല വേണം? ഞാൻ പിടയ്ക്കും. തല കണ്ടപ്പോ അങ്ങനെ ഒരു പറ്റത്തില്ല. ഒരു ചെറിയ ദോശ കൂടെ വെച്ചിട്ടെ, ഒരു ഹാഫ് അതിനിവിടെ ടച്ചിങ് സൈഡ്. തന്നെ ഡബിൾ ഓംലെറ്റ് മേടിക്കുന്നു അല്ലേ? നല്ല എരിവല്ലേ? ഞാൻ ഓൾറെഡി ഇതിന്റെ എരിവ് കൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടിരിക്കുക. അപ്പൊ എന്തായാലും ദോശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു കറിയും നല്ല പോലെ അബ്സോർബ് ചെയ്യും അല്ലേടാ ചെയ്യും. പിന്നെ മുളക് കറിയാകുമ്പോൾ പറയണ്ട. എന്റെ അമ്മ, എരിവിന്റെ വിസ്ഫോടനം അല്ലെ? മേഘ വിസ്ഫോടനം എന്ന് പറയുന്ന പോലെ അതാണ് സത്യം.
ചേട്ടാ ഒരു രക്ഷയില്ല ചേട്ടാ, അടിപൊളി. ഇത്തിരി ദോശ ചേട്ടാ, ഒരു ഹാഫ്. മീൻകറി മുക്കി കഴിക്കാനുണ്ട്. അയ്യാ കഴിച്ചോ. ചമ്മന്തിക്ക് വറ്റിപ്പോയ വിയർത്ത് കുളിക്കുന്നല്ലേ? ചൂടാ. അതെ, അന്തരീക്ഷമില്ല. തീർച്ചയായിട്ടും. മഴ വരുന്നത് കൊതിപ്പിക്കാൻ വേണ്ടി ഒന്ന് പെയ്തിട്ട് പോയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമാണ് തല മേടിക്കുന്നത്. നമ്മള് ഏത് കാര്യത്തിന്റെ ആയാലും തല മേടിക്കുന്ന ആദ്യമാണ്. അപ്പൊ എനിക്കറിയില്ല എങ്ങനെ മുള്ളാണ്. ഇന്നത്തെ മുള്ളുണ്ട്, വേണ്ട നല്ല കൂറ്റം മുള്ളുകൾ. ഇതെവിടെയാണ് എന്റെ എന്തെങ്കിലും ഉള്ളത്? അതൊക്കെ തന്നെ ഇനി വലിച്ചു ആഴില്ല. ചൂരയാണ്. നമ്മൾ അച്ചാറൊക്കെ ഒരുപാട് ടേസ്റ്റി ആക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് ചൂര അച്ചാർ. ചുമ്മാ നല്ല തലക്കറി എന്ന് പറയുന്ന സാധനം ഇത്ര ഫേമസ് അല്ലേ? എന്താണ്? പക്ഷെ ഞാൻ ഈ സ്ഥലമൊന്നും പറഞ്ഞു തരത്തില്ല. ശരിക്കുന്നു. അത് ട്രേഡ് സീക്രട്ട് അല്ലേ? തന്റെ ഐറ്റം വന്നിരിപ്പുണ്ട്. വാളംപുളി എന്താണിത്? കുടംപുളി. കുടംപുളി ഇത്ര പെട്ടെന്ന് തീർന്നു. പിന്നെ കഴിക്കാൻ മാറ്റിയല്ലോ, കാണാൻ മേടിച്ചല്ലോ. ഏത് മീനേട്ടാ? രണ്ടറ്റം കാണിച്ചു തന്നു നമുക്ക് അല്ലേ? പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് നടന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സബ് സ്റ്റാഫും കാര്യങ്ങളും ആരുമില്ല. പിന്നെ നമ്മൾ ആലപ്പുഴക്കാരൻ തന്നെ വെച്ചേ നീർക്കുന്നു, മണ്ടാനം നീർക്കുന്നു. സ്ഥിരമായിട്ട് വരുന്നതാണ് ഇവിടെ? സ്ഥിരമായിട്ട് വരുന്നില്ലേ? ഇവിടെയും വരത്തുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. കാരണം തീർച്ചയായിട്ടും ഇവരല്ല, പുള്ളി ഒറ്റ ആളേ ഉള്ളൂ. നല്ല ഫുഡാ. ആലപ്പുഴ വരുവാണെങ്കിൽ എക്സ്പെഷ്യലി നമ്മുടെ വണ്ടാനം കേന്ദ്രീകരിച്ച് ആശുപത്രിയിൽ എന്തെങ്കിലും അസുഖമായിട്ട് വരുവാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് നീർക്കുന്നത്. നമ്മുടെ വഹാദ ബാറിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ സ്വന്തം ബ്രോയുടെ കടയുണ്ട്. വളരെയധികം നല്ല ഫുഡ് കേട്ടോ. വളരെയധികം ചീപ്പാണ്, അഫോർഡബിൾ ആണ്. നല്ല ഫുഡ് കിട്ടുന്നത്. അതെ ട്രൈം. പിന്നെ നല്ലതും ടേസ്റ്റി. അതെ, കണ്ണു വേണ്ടേ? ചൂടുന്ന് എടുക്കണോ? ചൂടുന്ന് എടുക്കുക. കണ്ണടിച്ചല്ലേ? പണ്ടൊരു കാക്കയ്ക്ക് ആരുടെ കണ്ണ് വേണമെന്നൊരു കഥയില്ലായിരുന്നു. കൈ വേണം ഓർമ്മയുണ്ടോ? കാക്കയ്ക്ക് ആരുടെ കണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് അതിമോഹം കാണിച്ച കാക്കയുടെ വൈഫ്.
ഓഹോ, അതൊരു തീർപ്പാക്കിയല്ലേ? എന്റെ ശരീരത്തെ ജലാംശം മുഴുവൻ പോയിരുന്നാട്. അതൊന്ന് ഗിൽസാ ചേട്ടാ, ഇത്തിരി മുളക് ചെയ്യുമ്പോൾ തീരുമോ? എന്തായാലും എരിഞ്ഞി, ഇനി കുറച്ചുകൂടെ കൂടുതൽ എരിയട്ടെ. എന്തോ ഓക്കേടാ, മതി. ഇതിനു മുൻപ് ഞാൻ ഇത്ര എരിഞ്ഞത് നമ്മുടെ ജോളോ ചിപ്സ് കഴിച്ചിട്ടാ. നമ്മളിവിടെ വെറുതെ തന്നെ ഡബിൾ ഓംലേറ്റ് അടിക്കാൻ വേണ്ടി. അതെ, എന്നിട്ട് ഈ പരുവത്തിലെത്തി എത്തിച്ച് ഞാൻ കഴിച്ച വന്നപ്പോഴേ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞാണല്ലോ. അതെ, എന്നിട്ട് എല്ലാം ആയി. തലക്കറി കണ്ടുകൊണ്ട് ഞാൻ കഴിച്ചു. തല എന്ത് ചെയ്യേ? തല എവിടെ? തീരുമാനത്തിൽ എത്തിക്കുകയാണ്. അടിപൊളിയാ, സമ്മതിക്കണല്ലോ, ഒറ്റയ്ക്ക് നടത്തുന്ന ഹാർഡ് വർക്കിംഗ് ആണ്. ഇതിന്റെ റിസൾട്ട് നാളെ അറിയാല്ലേ? ഓക്കെ. ചേട്ടാ, ഒരു പഴംപൊരി വേണമല്ലോ, എരിവ് പോയിട്ട്. ബാബുജി, ഒരു പഴംപൊരി എടു. എനിക്ക് ഇളം നോക്കി എടുക്കണേ. അല്ല, എരിവ് തീർന്നു പോകും. അല്ല, എരിവ് തീർന്നു ഞാൻ ചത്തുപോകും. എവിടെ കിട്ടോ? എണ്ണയൊന്നും ഇനി പ്രശ്നമല്ല. അല്ലല്ലേ, സംഗതി പിടിവിട്ട് പോകും. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇലക്ട്രിക് വരുന്നു? 2. അതല്ല, മൂന്നാമത്തെ പ്രാവശ്യം. അവിടെ വെച്ച് 2 പ്രാവശ്യം വന്നായിരുന്നു. അല്ല, അത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ കയറണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഇതൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ പോയെന്നുള്ള ഒരു പ്ലാൻ. അത് കഴിഞ്ഞ് ഈ ലൈറ്റ് കണ്ടപ്പോഴത്തേക്ക് തോന്നി പച്ച, അതാണല്ലോ അടയാളം. ഇതെല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നോ? ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നു. ചേട്ടാ, അങ്ങനെ 2 പരിപ്പുട, 2 പഴംപൊരി പാഴ്സലാവും. കാരണം അന്ന് ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നപ്പം വീട്ടിൽ നിന്ന് ഇതുപോലെ പറയാം, കണ്ടോടാ എന്തുകൊണ്ട് മേടിച്ചോണ്ട് വന്നില്ലെന്ന്. രണ്ട് മുളക് വെച്ചോ. മറ്റേ എന്താ ഉള്ളിവിടെയോ? ഇല്ല, കിഴങ്ങാണോ അതോ? അത് വേണ്ട. ഓക്കെ. അഖിൽജി, എരിഞ്ഞ് എല്ലാം ശരീരത്തിന് പോയല്ലേ? അടിപൊളിയായി. എന്തായാലും ഒരുപാട് ഇഷ്ടമായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. MDTV will be rolling on forever. അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers you all. നമ്മുടെ ചേട്ടന്റെ കട മറക്കണ്ട, അടിപൊളി കേട്ടോ. See you in the next video.